ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണിത്. Kdenlive എന്നാണ് ഈ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇത് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് ഡയറക്റ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു സെമി പ്രൊഫഷണൽ സോഫ്റ്റ്വെയറാണ്. യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഷോർട്ട് ഫിലിം എടുക്കുന്ന ആൾക്കാർക്കും വളരെ മികച്ച രീതിയിൽ എഡിറ്റിംഗ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയറാണിത്. ഇത് 4Kയിലും 2Kയിലും ഫുൾ HD-യിലും എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. നൗ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതാണ് Kdenlive എന്ന സോഫ്റ്റ്വെയർ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണുന്നത്. ഇതിൽ ഒരുപാട് സ്പേസും ഒരുപാട് ടൂൾസുകളും ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ടൂൾസും ഏതൊക്കെ സ്പേസൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഫസ്റ്റ് ഈ കാണുന്നതാണ് പ്രൊജക്റ്റ് ബിൻ. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോകൾ ഇമ്പോർട്ട് ചെയ്തിടുന്ന സ്പേസാണ് ഈ പ്രൊജക്റ്റ് ബിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈ കാണുന്നതാണ് ക്ലിപ്പ് മോണിറ്റർ. അതായത് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്ന വീഡിയോകൾ പ്ലേ ചെയ്ത് നോക്കുന്ന സ്പേസാണ് ക്ലിപ്പ് മോണിറ്റർ. നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു വീഡിയോയുടെ വേണ്ട ഭാഗങ്ങൾ മാത്രം ഇൻ ഔട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇടാം. അതുപോലെ തന്നെ ഈ ക്ലിപ്പ് മോണിറ്ററിൽ വരുന്ന വീഡിയോയിൽ വീഡിയോ മാത്രമായിട്ടും ഓഡിയോ മാത്രമായിട്ടും നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇടാം. ഈ കാണുന്നതാണ് ടൈം ലൈൻ. അതായത് മെയിനായിട്ട് എഡിറ്റിംഗ് നടക്കുന്ന സ്പേസാണ് ടൈം ലൈൻ. ഈ ടൈം ലൈനിലാണ് നമ്മൾ വീഡിയോയും ഓഡിയോയും ടെക്സ്റ്റ് ആഡ് ചെയ്യുകയും കുറേ എഫക്റ്റുകളൊക്കെ കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ ടൈം ലൈനിലാണ്. മെയിൻ എഡിറ്റിംഗ് സ്പേസാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈ കാണുന്നതാണ് പ്രൊജക്റ്റ് മോണിറ്റർ. അതായത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്ന പ്ലേസാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോയുടെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടോയെന്ന് ചെക്ക് ചെയ്യുന്ന സ്പേസാണ് ഈ പ്രൊജക്റ്റ് മോണിറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈ കാണുന്നതാണ് ഓഡിയോ മിക്സർ. ഇത് നമ്മുടെ ഓഡിയോ സൗണ്ടിൻ്റെ വോളിയം, ലെഫ്റ്റ് റൈറ്റ് വോളിയങ്ങളും മാസ്റ്റർ വോളിയമൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്പേസാണ്. അടുത്ത എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോകൾ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി പ്രൊജക്റ്റ് ബിന്നിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ എന്നും പറഞ്ഞൊരു അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് ഫയൽസാണോ വേണ്ടതെന്നുള്ളത് ആ ഫയൽസിൽ ഏത് വീഡിയോ ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രൊജക്റ്റ് ബിന്നിൽ തന്നെ ഈ സ്പേസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും ആഡ് ക്ലിപ്പ് ഓൺ ഫോൾഡർ എന്ന് പറഞ്ഞു വരും. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഫയൽസ് എടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ 2 വീഡിയോയും ഒരു ഓഡിയോയും ഇമ്പോർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു വീഡിയോ ഈ ക്ലിപ്പ് മോണിറ്ററിൽ പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കി. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഈ വീഡിയോയുടെ ഓഡിയോയും വീഡിയോയും ഒരേപോലെ വേണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ ടൈം ലൈനിൽ കൊണ്ടിടാം. ഓക്കെ, ഇനി ഈ വീഡിയോയുടെ വീഡിയോ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ സിമ്പിൾ ഉണ്ടല്ലേ, ആ വീഡിയോയുടെ സിമ്പിൾ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വീഡിയോ മാത്രമായിട്ട് നമുക്ക് ടൈം ലൈനിൽ കൊണ്ടിടാം. അതല്ല ഇനി ഓഡിയോ മാത്രമാണെങ്കിൽ ആ ഓഡിയോയുടെ സിമ്പിളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഡിയോ മാത്രമായിട്ട് ഡ്രാഗ് ചെയ്ത് നമുക്ക് ടൈം ലൈനിൽ കൊണ്ടിടാം. ഇങ്ങനെ ഓരോ വീഡിയോയുടെയും ഓഡിയോയും വീഡിയോയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് തന്നെ ക്ലിക്ക് മോണിറ്ററിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിൽ ഇടാൻ പറ്റും. ഈ വീഡിയോ വേണ്ടാന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഓഡിയോയും വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന വീഡിയോ നമുക്ക് പ്രൊജക്റ്റ് മോണിറ്ററിൽ പ്ലേ ചെയ്ത് നോക്കാം. ഈ പ്ലേ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ഈ വീഡിയോയുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ പ്രൊജക്റ്റ് മോണിൽ പ്രസ് ചെയ്ത് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാലും പ്ലേ ആവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ. ഈ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ വീഡിയോ ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ എവിടെയെങ്കിലും പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നേരെ ടൈം ലൈനിലോട്ട് കൊണ്ടിടാം. അതല്ല ഓഡിയോ ആണെങ്കിൽ ഓഡിയോ മാത്രം എടുക്കാം, വീഡിയോ ആണെങ്കിൽ വീഡിയോ മാത്രം എടുക്കാം. അത് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഈ ഇത്രയും ഞാൻ ടൈം ലൈനിൽ ആഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു ഓഡിയോ കൂടി എനിക്ക് ഈ ഓഡിയോ വേണ്ട, വേറൊരു ഓഡിയോ ആണ് എനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഓഡിയോ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഓക്കെയാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഓഡിയോ ട്രാക്കിലേക്ക് ഡ്രാഗ് ചെയ്യാം. ജസ്റ്റ് പ്രസ് ചെയ്ത് ആ ഓഡിയോ ട്രാക്കിലിട്ടിട്ട് ഇനി ഇതിൻ്റെ ഓഡിയോ നമുക്ക് വേണ്ട, കാരണം ഇത് നമ്മൾ വീഡിയോയും ഓഡിയോയും കൂടെ ഒറ്റ ഇതായിട്ടാണ് ഡ്രാഗ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ ഓഡിയോ മാത്രം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഓഡിയോ ആദ്യം നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. അതിന് ഈ വീഡിയോ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അൺഗ്രൂപ്പ് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ സെപ്പറേറ്റ് വീഡിയോ സെപ്പറേറ്റ് ആയി. അതല്ലേ, ഓഡിയോ സെപ്പറേറ്റ് വീഡിയോ സെപ്പറേറ്റ് ആയി. അപ്പം ആ ഓഡിയോ മാത്രം നമുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെയും ഓഡിയോ നമുക്ക് ഡിറ്റാച്ച് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യണം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് ക്ലിപ്സ് വെക്കുക. അപ്പോഴത്തേക്കും വീഡിയോ വേറെ ഓഡിയോ വേറെ ആയി. അപ്പോൾ ഈ ഓഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്തേക്കാം. ഡിലീറ്റ് പ്രസ് ചെയ്ത് ഓക്കെ. ഈ ഓഡിയോ നമുക്ക് ഈ ഓഡിയോ ട്രാക്കിൽ ഈ മേളിലത്തെ ഓഡിയോ ട്രാക്കിൽ കൊണ്ടിടാം. ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. സ്പേസ് ബാർ നിൽക്കുക. അപ്പോൾ ഇവിടം വെച്ച് നമ്മുടെ വീഡിയോ തീർന്നു. പിന്നെ ഓഡിയോ മാത്രമായിട്ടാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തുനിന്ന് നമുക്ക് ആ ഓഡിയോ ആവശ്യമില്ല. ഓഡിയോ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതെ, ഇത് ഓരോ ടൂൾസാണ്. ഇതാണ് നമ്മുടെ സെലക്ഷൻ ടൂള്, ഇത് റേസർ ടൂൾ. ഈ റേസർ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോയും ഓഡിയോ ഒക്കെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ കർസറിൽ ആ ലൈൻ എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് ആ പോർഷനിൽ കൊണ്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം ഈ കട്ട് ടൂളിൻ്റെ റേസർ ടൂളിൻ്റെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുണ്ട് ഒരു ലൈൻ മാർക്ക് പോലെ വരും. അപ്പോൾ ആ ലൈൻ മാർക്ക് എവിടെയാണോ നമുക്ക് ഓഡിയോ കട്ട് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, എന്നിട്ട് സെലക്ഷൻ ടൂള് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടോ രണ്ടും സെപ്പറേറ്റ് ആയി. ഇപ്പം അപ്പോൾ ഏത് ഓഡിയോ ആണ് നമുക്ക് ആവശ്യമില്ലാത്തത് അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പം ഓഡിയോയും വീഡിയോയും ഒരേപോലെ ആയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വീഡിയോയും കട്ട് ചെയ്യാം. വീഡിയോ നമുക്ക് ഉണ്ടോ ഇത്രയും ഭാഗം വീഡിയോ വേണ്ടെന്നുണ്ടെങ്കിൽ നേരെ റേസർ ടൂൾ സെലക്ട് ചെയ്യുക. ലൈൻ പോലെ വരും. ആ ലൈൻ പോലെ വരുമ്പോഴത്തേക്കും അവിടെ പ്രസ് ചെയ്യുക. അപ്പം സെലക്ഷൻ ടൂൾ കട്ട് ചെയ്തെടുത്തിട്ട് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തെടുത്തിട്ട് ഉണ്ടോ ഈ ഇത്രയും ഭാഗം വേറെ ഇത് വേറെ അങ്ങനെ നമുക്ക് ഈ ടൈം ലൈനിൽ വെച്ച് തന്നെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇത്ര മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ എന്നിട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കുക. സ്പേസ് ബാർ അടിക്കുക. ഇപ്പോൾ ഓഡിയോയും വീഡിയോയും ഒരുപോലെ ആയിരിക്കാം. ഇനി ഇപ്പം നമ്മൾ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. എക്സ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൽ റെൻഡർ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നതും എഫക്ട്സ് കൊടുക്കുന്നതും പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.